ഇനി മുതല് ഷാനവാസിക്ക ഇല്ല, ഒരു തേങ്ങ ഇല്ല, ഒരു മണ്ണാങ്കട്ട ഇല്ല. ഇനി അവൻ ഷാനവാസ്, അത് മതി അവനിക്ക് എന്ന് പറഞ്ഞിരിക്കുകയാണ് അഭിലാഷും ഷാനവാസും കൂടി ഇനി രണ്ട് വഴിക്കാണ് മക്കളെ. ആരുടെ ഭാഗത്താണ് ഇതിനകത്ത് തെറ്റ് വരുന്നത്? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട്? ഷാനവാസ് പറയുന്ന കുറച്ച് സാധനങ്ങൾ അസ്ഥാനത്തെ പ്രയോഗമാണ്. അഭിലാഷ് പറയുന്നത് മീറ്റർ അനുസരിച്ച് പറയുന്നുണ്ടെങ്കിലും കുറച്ച് അഭിലാഷിന്റെ ഭാഗത്തും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വൈൽഡ് കാർഡ്സ് എല്ലാവരും ഇവിടെ പ്ലാൻ ചെയ്യുകയാണ്. നമുക്കെതിരെ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് എല്ലാത്തിനെയും പുടുങ്ങാൻ തയ്യാറായിരുന്നോണമെന്ന്. ലൈവിനകത്ത് ഓണ മത്സരങ്ങളുടെ ഒരു പൂരമാണ് ഒരു വിധത്തിൽ തീർന്നിട്ടുണ്ട്. ജയിൽ നോമിനേഷൻ വന്നില്ല കേട്ടോ, ഇത്ര സമയമായിട്ടും ജയിൽ നോമിനേഷൻ വന്നിട്ടില്ല. എന്താണ് ലൈവിൽ നടക്കുന്നത്? വൈകുന്നേരം 4:30 മുതൽ 9 മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ ആക്ച്വലി ഈ പറയുന്ന പോലെ 4:30 നമ്മൾ കഴിഞ്ഞ ടാസ്കിൽ നൂറ ജയിച്ചു, അതെല്ലാം എടുത്തു അതിന് ശേഷം അതെല്ലാം. അപ്പോൾ വീട്ടുകാരിങ്ങനെ പലയിടത്തിരുന്നിട്ട് അഭിലാഷിന് കൊടുക്കാത്തതിൻ്റെ ഒരെണ്ണമെങ്കിലും അഭിലാഷിന് കൊടുക്കാത്തതിൻ്റെ ഇതൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. പിന്നീടാണ് വീണ്ടും അടുത്ത് ഓണ മത്സരം വരുന്നു. ഓണാവേശവും വേറെ ഒന്നുമല്ല, മാവേലിയെയും പുലിക്കളിയെയും വേട്ടക്കാരനെയും ഒക്കെ തന്നെ. മാവേലി പുലി വേട്ടക്കാരനെ ഉണ്ടാക്കണം. രൂപങ്ങൾ പുറത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ 3 ടീം തന്നെയാണ്. പണിപ്പുരയ്ക്കകത്താണ് രൂപങ്ങളിൽ വെക്കാനുള്ള പ്രതിമയും തലയും ഉടുപ്പും ബാൻഡും ഒക്കെ വെച്ചിരിക്കുന്നത്. പണിപ്പുരയിൽ പോയി 3 പേര് ഓരോ ടീമിൽ നിന്നും ഓരോ ആൾക്കാർ പോകണം. 30 സെക്കൻഡേ ഉള്ളൂ. പോയി സാധനങ്ങൾ 30 സെക്കൻഡിൽ പോയി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് അടുത്ത ബസ്സിലടിക്കുമ്പോഴത്തേക്കും ഉണ്ടാക്കി തുടങ്ങണം. അടുത്തൊരു മിനിറ്റ് സമയം കൊടുക്കും ഇത് ഉണ്ടാക്കി തീരാനായിട്ട്. നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. ഓണത്തിന് 3 കോലം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ലാസ്റ്റ് സ്കെലിറ്റൻ മാത്രമുണ്ട്. അതിനകത്ത് കൊണ്ടുവന്ന് ഡ്രസ്സ് ഇടണം, പിന്നെ സാധനങ്ങളൊക്കെ വെക്കണം. അത്രയാണ് ടാസ്ക്. അങ്ങനെ തെക്കേടത്തിൽ നിന്ന് ആര്യൻ പോകുന്നു, വടക്കേടത്തിൽ നിന്നും നെവിൻ പോകുന്നു, മൂത്തേടത്തിൽ നിന്നും ആദില പോകുന്നു. 3 പേരും പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് തെക്കേടത്താണ് ജയിക്കുന്നത്. പോയി വന്നതിന് ശേഷമാണ് വീടിനകത്ത് ഡിസ്കഷൻസ്. വൈൽഡ് കാർഡ്സ് ഒരു ഭാഗത്തു നിന്ന് ഡിസ്കഷൻ, നെവിൻ വൈൽഡ് കാർഡ്സിന്റെ കൂടെ ചാടിയത്, ഷാനവാസും അപ്പാനിയും കൂടെയൊക്കെ മറ്റൊരു ഭാഗത്ത് ഡിസ്കഷൻ. അത് കഴിയുമ്പോഴാണ് അടുത്ത ടാസ്ക് വരുന്നത്. പായസ മത്സരമാണ്. അതും ഇതുപോലെ തന്നെ പായസം ഉണ്ടാക്കേണ്ട സാധനം മൊത്തവും പണിപ്പുരയ്ക്കകത്താണ്. അവിടെ നിന്ന് പോയി എടുത്തുകൊണ്ട് വരണം. അതിൽ പോകുന്നത് ആര്യനും അനുവും സാബുവാണ്. പോയി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്ന് പായസം ഉണ്ടാക്കുന്നു. അപ്പം തെക്കേടത്ത് തന്നെ ഈ ടീമിൽ കുറേ വഴക്കൊക്കെ അതിൻ്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട്. കാരണം ഇതിനകത്ത് ഏലക്ക കൂടുതൽ, ഇതിനകത്ത് അടി പിടിച്ചു, കയ്പ്പ്, ഇതിൽ മധുരം കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ തെക്കേടത്തിന് തന്നെ ആ പ്രൈസും കൊടുക്കുന്നു. അങ്ങനെ തെക്കേടത്ത് രാമൻകുട്ടി ജയിക്കുകയാണ് മക്കളെ. അതെല്ലാം കഴിയുന്നു. പിന്നീടാണ് വൈൽഡ് കാർഡ്സിൻ്റെ ചർച്ച. വൈൽഡ് കാർഡ്സിൻ്റെ ചർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും ഇവരടുത്ത് പറയുന്നത് ഇന്നലെ വന്ന് കയറിയല്ലേ, 5 ദിവസമല്ലേ അയാൾ വന്നിട്ട് അവിടെ അടങ്ങിയിരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രവീണാണ് പറയുന്നത്, ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 പേർ കൂടെ വന്ന് ഇന്ന് അങ്ങ് അറ്റാക്ക് ചെയ്യണം. എന്താണ് 5 ദിവസമായിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് കീറിക്കോണം എന്നുള്ള ലെവലിൽ പ്രവീൺ പറയുന്നുണ്ട്. അത് വൈൽഡ് കാർഡ്സ് എല്ലാവരും ഓക്കെ പറയുന്നുണ്ട്. ഇനി മറ്റൊരിടത്ത് നടക്കുന്ന പ്ലാനിങ് ആണ്. ഈ പറഞ്ഞ ശരത്തപ്പാനിയും അതുപോലെ ഷാനവാസും കൂടെ സംസാരിച്ച് ജോളിയേറ്റൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നെവിൻ്റെ വരദൂഷണമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ട് ആര് വരുന്നത്? ഈ പറയുന്ന അഭിലാഷ് വരുന്നത്. അഭിലാഷ് വന്നിരുന്നിട്ട് ഷാനവാസിന്റെ തന്തയ്ക്ക് വിളിയും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ ജസ്റ്റ് നിങ്ങൾ അങ്ങനെ പറയേണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ പറയുന്നത് എനിക്ക് കുറച്ചൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ പലരും പലരുടെയും ഗ്രൂപ്പിലാണല്ലോ. നിനക്കിപ്പോൾ എല്ലാം ഗെയിം ആണല്ലോ, വേറെ പലരുടെയും ഗ്രൂപ്പിലൊക്കെ നീ ചാടിയല്ലോ എന്നൊക്കെ ഇങ്ങനെ ഷാനവാസ് ഇരുന്ന് കുത്തുന്നു. മാത്രമല്ല ഈ കാര്യം പരസ്യമായിട്ട് പറയുന്നത് എന്നെ നാട്ടിക്കാനല്ലേ, എന്നെ ഒരുമാതിരി വലിച്ചടയ്ക്കാനല്ലേ. എൻ്റെ നാട്ടിലൊന്നും വലിയതറിയൊന്നുമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ പോയി നിന്റെ അച്ഛനെ പോയി വിളിക്കുന്ന എത്ര വലുതറിയണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഭിലാഷിന് കുറേ നേരം ഇങ്ങനെ കുത്തുമ്പോൾ കലി വരുന്നു. എത്ര പറഞ്ഞു കൊടുത്താലും ഇങ്ങനെ ഒരു കേൾക്കൂലല്ലോ. ഇനിയിപ്പോൾ ഷാനവാസിക്കയിൽ ഒരു തേങ്ങയില്ല, ഇനി ഷാനവാസ് അത് മതി എന്നും പറഞ്ഞ് അവിടെ നിന്ന് നേരെ പോകുന്നു. നടന്ന സംഭവങ്ങളൊക്കെ ജിഷിൻ്റെ പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് പറയുന്ന സാധനം ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ അഭിലാഷിനൊന്ന് ഉപദേശിക്കാൻ നോക്കിയതാണ്. അഭിലാഷിന് വിനയായിട്ട് വന്നു. അഭിലാഷ് കുറെ കൂടി ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗെയിം കളിക്കും, പക്ഷെ ഗെയിം കഴിഞ്ഞാൽ അതങ്ങ് അഴിച്ചു വെക്കും. ആ ഒരു പട്ടം അഴിച്ചു വെച്ചിട്ട് റിയാലിറ്റിയിൽ വന്ന് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് ഈ പറയുന്ന പോലെ കുറച്ചൊന്ന് ഇതൊക്കെ നിയന്ത്രിച്ച് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കയറിപ്പോവും. അപ്പാനിയും അതെ, എനിക്ക് തോന്നുന്നു അപ്പാനി 2-3 ദിവസത്തിന് മുന്നേ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വൈൽഡ് കാർഡ്സ് വരുന്നതിൽ നിന്നും കുറച്ചൊന്ന് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് രാവിലെ ഇട്ട വീഡിയോയിൽ തന്നെ പറഞ്ഞത്. ബുള്ളി ഗ്യാങ് എന്നുള്ള ഒരു പേര് മാറ്റാൻ സമയമായിരിക്കുന്നു. കാരണം ബുള്ളികൾ അതിൽ നിന്ന് കുറഞ്ഞ് വരുവാണ്. അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം, എപ്പിസോഡിൻ്റെ റിവ്യൂവും പ്രൊമോ അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ.